ഹായ് എല്ലാവർക്കും അനുജ വിജയ് വ്ളോഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ജൂട്ട് പ്രൊഡക്റ്റ് ആണ് കേട്ടോ അൺബോക്സിങ് ചെയ്യാൻ പോണത്. ജൂട്ട് എല്ലാവർക്കും അറിയാം, ഒരു എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റും കൂടെയാണ്. അപ്പോൾ ജൂട്ടിൽ എന്തായിരിക്കും അൺബോക്സിങ് ചെയ്യാൻ പോണത്? നമ്മൾ ജൂട്ടിൻ്റെ ഒരു ബാഗാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഒരു ജൂട്ട് ബാഗിൻ്റെ നിർമ്മാതാക്കളാണ് സംഗീത ബാഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സംഗീത ബാഗ്സിൻ്റെ ന്യൂ ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ലേഡീസിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ കണ്ടു നോക്കൂ. ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ നമ്മൾ സംഗീത ബാഗ്സിൻ്റെ ഈ ഒരു ജൂട്ട് ബാഗാണ് കേട്ടോ കാണാൻ പോണത്. ഒരു റെഡിഷ് കളറുള്ള ഒരു ബാഗാണിത്. ഒരു ഗോൾഡൻ ട്രീ പ്രിൻ്റൊക്കെ വന്നിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയ ഒരു ബാഗാണിത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ബാഗ് കാണാനായിട്ട്. അതേപോലെ തന്നെ നമുക്ക് നല്ല കംഫർട്ടബിളും ആണ് ഈ ഒരു ബാഗ് എന്ന് പറയുന്നത്. നമുക്കൊരു ഓഫീസ് യൂസിനോ അല്ലെങ്കിൽ കോളേജ് യൂസിനെയോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു ബാഗാണ്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് കാണാൻ പോകുന്ന ഈ ഒരു ബാഗാണ് കേട്ടോ. ഈ ഒരു ബാഗ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബാഗാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രിൻ്റ് എന്ന് പറയുന്നത് ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു പ്രിൻ്റാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ബാഗിൻ്റെ ഉൾവശവും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയാം. അതേപോലെ തന്നെ ജൂട്ടിൻ്റെ പ്രത്യേകതകളും നമുക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ട്രീ പ്രിൻ്റിൽ വരുന്ന ഒരു ബാഗാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. നല്ല വെയിറ്റൊക്കെ താങ്ങാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ഈ ഒരു ബാഗിൻ്റെ നമ്മൾ ഷോൾഡറിലിടുന്ന ഈ ഒരു കയറൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ നല്ല സ്പേസും ഉണ്ട് ഉള്ളിലൊക്കെ ആയിട്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കി നോക്കാം. നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ ഒരു സിബും ഉണ്ട് അതിന്, നമ്മളെ ക്യാഷൊക്കെ വെക്കാനായിട്ട്. സംഗീത ബാഗ്സിൻ്റെ ഒരു ലോഗോയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് സാധനങ്ങളൊക്കെ വെക്കാനുള്ളൊരു ചെറിയൊരു സിബുള്ള ഒരു അറയും കൂടെ ഉണ്ട് ഇതിൽ. ഇതിലുപയോഗിച്ച മെറ്റീരിയൽ എന്ന് പറയുകയാണെങ്കിൽ ബ്രാസ് റണ്ണർ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റൊക്കെ നമുക്ക് ഓൺലൈനിലും അവൈലബിൾ ആണ് കേട്ടോ സംഗീത ബാഗ്സിൻ്റെ. ഈ ഒരു സംഗീത ബാഗ്സ് എറണാകുളം ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു മാനുഫാക്ചറിങ് ഉള്ളത്. ബാഗ് കൂടാതെ ജൂട്ടിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ജൂട്ട് ബാഗ്സ്, അതേപോലെ തന്നെ ജൂട്ടിൻ്റെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബാഗ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഈ ഒരു ബാഗാണ് കേട്ടോ കാണാൻ പോണത്. ഇതിൽ 2 സിബായിട്ട് വരുന്നുണ്ട്. അതേപോലെ മൊബൈൽ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗവും വരുന്നുണ്ട്. കോട്ടൺ ആണ് ഇതിൻ്റെ ലൈനിങ് വരുന്നത്. ഈ ഒരു ബാഗിലും സംഗീത ബാഗ്സിൻ്റെ ലോഗോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ 2 എക്സ്ട്രാ അറകളാണുള്ളത്. ഒന്ന് നമുക്ക് പെട്ടെന്ന് കോയിൻസോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെക്കാനും, അതേപോലെ തന്നെ മൊബൈൽ ഇട്ട് വെക്കാനുള്ളൊരു ഭാഗമാണുള്ളത്. അതേപോലെ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഈ ഒരു ഇതിൽ വരുന്നത്. ഈ ഒരു ബാഗിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കൈ ഭാഗം തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കയർ പിരിച്ചിട്ടതുപോലെയാണ് ഇതിൻ്റെ ഒരു ഷോൾഡറിലിടുന്ന ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 എലിഫൻറ്റിൻ്റെ രൂപങ്ങളാണ് ഇതിൽ പ്രിൻ്റായിട്ട് വരുന്നത്. സൈഡിൽ കൂടെ പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് വരുന്നുണ്ട്. ഈ ഒരു പ്രിൻ്റ് തന്നെ നമുക്ക് നൈറ്റ് ടൈമിലൊക്കെ കാണുകയാണെങ്കിൽ ഫ്ലൂറസൻ്റ് ടൈപ്പാണ്. അത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇതാണ് കേട്ടോ സംഗീത ബാഗ്സിൻ്റെ കാർഡ്. റിയൽ എക്കോ ഫ്രണ്ട്ലി ജൂട്ട് പ്രൊഡക്റ്റാണ്. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റും കൂടെയാണ്. അവരുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ജൂട്ടിൻ്റെ കളർ എന്ന് പറയുന്നത് ഈ ഒരു കളറിലാണ് വരുന്നത്. പിന്നെ ഇതിൽ ഡൈയും കളേഴ്സൊക്കെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ജൂട്ട് ബാഗിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള വീഡിയോകൾ കാണാനായിട്ടും
പുതിയ യാത്രകളിലും കൂടെ ഉണ്ടാവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.